പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പർ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസറുകളും മറ്റുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് അതിൽ എ ഓർ ബി ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്ന് നമുക്കറിയാം. ഒന്നാമത് നഖ്റഉൽ ബയാ വനുജീബ് അനിൽ അസ്ഇല, ബയാന് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. കുല്ല യൗമിൻ കാന റാഷിദ് യദ്ഹബു വക്ത ഫുസ്ഹത്തൽ ഗദാ ഇലാ മൻസിലിഹി, എല്ലാ ദിവസവും റാഷിദ് ലഞ്ച് സമയത്ത്, ലഞ്ച് ഇൻ്റർവെല്ലിന് വീട്ടിലേക്ക് പോകും. വഫി യദി ഹക്കീബ, കയ്യിൽ ബാഗ് ഉണ്ടാവും. യൗമിൻ സാൽ മുദരിസ്, ഒരിക്കൽ അധ്യാപകൻ ചോദിച്ചു, ലിമ തദ്ഹബു കുല്ല യൗം ബിൽ ഹക്കീബ, എന്തിനാണ് ഈ ബാഗ് കൊണ്ട് പോണത് എന്ന് ചോദിച്ചു. അപ്പം വഖഫ, നിന്നു. സാമിത്തൻ, മിണ്ടാതെ നിന്നു. വലം യുജീബ് ഷെയ്ൻ, അവനൊന്നും പറഞ്ഞില്ല. നദറൽ മുദരിസ് ഇലാ വജീഹി, അധ്യാപകൻ മുഖത്തേക്ക് നോക്കി. അപ്പോൾ വജഅദ് ഫി ഐനൈഹി ദുമു, അപ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ണുനീര് കണ്ടു. അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ലമ്മൽ മുദരിസു റാഷിദ്, റാഷിദിനെ ചേർത്ത് നിർത്തി. അപ്പോൾ ബദാ റാഷിദ് യബിക്കി, അപ്പോൾ റാഷിദ് കരയാൻ തുടങ്ങി. സഅലൽ മുദരിസ്, അധ്യാപകൻ ചോദിച്ചു മുലാത്തിഫൻ, സ്നേഹത്തോടെ. മാ ബിക്ക യാ റാഷിദ്, എന്ത് പറ്റി റാഷിദേ? അജാബ ഹസീനൻ, അവൻ ദുഃഖത്തോടെ പറഞ്ഞു, ഉമ്മി മരീദ, എൻ്റെ ഉമ്മ രോഗിയാണ് എന്ന് പറയും. അതാണ് പാരഗ്രാഫ്, അല്ലേ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇല ഐന യദ്ഹബു റാഷിദ് വക്ത ഫുസ്ഹത്തുൽ ഗദാ, ഇന്റർവെൽ സമയത്ത് എവിടേക്കാണ് പോകുന്നത്? ഇലൽ മൻസിൽ, ഇലൽ മദ്രസ, ഇലൽ മസ്ജിദ്. ഇലൽ മൻസിലാണ് ഉത്തരം, അല്ലേ. അടുത്തത് മാ ബിക യാ റാഷിദ് മൻ സഅല ഹാദ, എന്ത് പറ്റി റാഷിദ് എന്ന് ആരാ ചോദിച്ചത്? ഉമ്മാണോ, മുദരിസ് ആണോ, സ്വദീഖാണോ? മുദരിസ്, അല്ലേ. അടുത്ത് കൈഫ് വഖഫ റാഷിദ്, റാഷിദ് എങ്ങനെ നിന്നത്? ദേഷ്യത്തോടെ, സന്തോഷത്തോടെ, ഒന്നും മിണ്ടാതെയാണ് ഉത്തരം. മാ മുഫ്രദ് അയ്യാം, അയ്യാമിന്റെ മുഫ്രദ് എന്താ? യൗം, അല്ലേ. യൗം, ഇതാണ് ഇത് നമ്മുടെ പാരഗ്രാഫിലുണ്ട്. യൗമുൻ എന്നാണ് വരിക. ഓക്കെ. അടുത്ത് ബായിൽ നഖ്റഉ തസ്രീഹാത്ത് താലിയ, താഴെയുള്ള വാചകങ്ങൾ ശ്രദ്ധിക്കുക. വനഖ്താൽ മജ്മുഅത്തുൽ ഇജാബത്ത് സഹീഹ, ശരിയായ ഗ്രൂപ്പ് ഏതാന്ന് കണ്ടെത്തുക. ഉദാഹരണം പറഞ്ഞാൽ യദ്ഹബു റാഷിദ് കുല്ല യൗമിൻ ഇലാ മൻസിലി, എല്ലാ ദിവസവും റാഷിദ് വീട്ടിലേക്ക് പോകും. ഇത് ശരിയാണ്, അല്ലേ. ഉമ്മു റാഷിദ് മരീല, റാഷിദിന്റെ ഉമ്മ രോഗിയാണ്, ശരിയാണ്. ഗദിബൽ മുദരിസു അലാ റാഷിദ്, റാഷിദിനോട് അധ്യാപകൻ ദേഷ്യപ്പെട്ടു, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. അപ്പോൾ ഉത്തരം അൽ ഊല വസാനിയ സഹീഹത്തുൻ, ഇതാണ് ശരി. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തത് നുക്മിലിൽ ഹിവാർ, ഹിവാർ പൂർത്തിയാക്കണം. മസാൻ വസല റാഷിദ് അൽ ബൈറ്റ്സ്, വൈകിട്ട് റാഷിദ് വീട്ടിലെത്തി. ഹക്ക ഉമ്മഹു, ഉമ്മയോട് പറഞ്ഞു. മാ ജറാഫിൽ മദ്രസ, എന്ത് സ്കൂളിൽ നടന്നത്. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവർ തമ്മിലൊരു ഹിവാർ നടന്നു. എന്തായിരിക്കും റാഷിദ് ഉമ്മയും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക? വന്ന ഉടനെ അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മു വലൈക്കും അസ്സലാം എന്ന് പറയാം. മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി? അന അറാക മസ്റൂറൻ, നീ ഇന്ന് ഹാപ്പി ആണല്ലോ. നാ ഉമ്മി, അതേ ഉമ്മ ഞാന്. അന മസ്റൂറിൻ, ഈ വാചക ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത് 1, അതുകൂടെ കേട്ടോ. അപ്പോൾ അന്ന നാദർ മദ്രസ ഫഹിമ അഹ്വാല, കാരണം HM നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി. അപ്പോൾ ചോദിക്കും എങ്ങനെ, ഉമ്മ ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെ മനസ്സിലാക്കി എന്നായിരിക്കും. അതാണ് കൈഫ ഫഹിമ 2, അതിവിടെ വരണം. ഓക്കെ, എങ്ങനെ മനസ്സിലാക്കി? സാലനി ലിമ തദ്ഹബു കുല്ല യൗമിൻ വക്തൽ ഗിദാ, ഗിദാ സമയത്ത് നീ പോണത് എന്തിനാന്ന് അധ്യാപകൻ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കിയത്, അല്ലേ. ഉമ്മ ചോദിച്ചു മാതാ കുൽത്ത യാ ബുനയ്യ, നീ എന്തു പറഞ്ഞു? അപ്പോൾ മാ കുൽത്തു ഷെയ്, ഞാനൊന്നും പറഞ്ഞില്ല. 3, അത് ഇവിടെ വയ്ക്കാം, അല്ലേ. അപ്പോൾ ഉമ്മ പറയുന്നത് അൽഹംദുലില്ലാ, അല്ലേ. അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പോൾ റാഷിദും എന്താണ് അൽഹംദുലില്ലാ എന്ന് തന്നെ വേണമെങ്കിൽ പറയും. അൽഹംദുലില്ലാ എന്നല്ലെങ്കിൽ ശുക്രൻ ലില്ലാ, എങ്ങനെ പറയാം? ശുക്രൻ ലില്ല, ദൈവത്തിന് സ്തുതി എന്നും പറയും. ഓക്കെ. അടുത്ത നക്തുബുൽ മുഫ്രദാത്ത് വൽ ജുമു, ജമു മുഫ്രദ് എഴുതണം.
അസ്തിക്കാ ജമ്മ എന്താ വരിക? സ്വദീഖുൻ അല്ലേ? ബലദുൻ ജമ്മ ബിലാദുൻ. അക്വാനുൻ ജമ്മ അക്വാന്റെ മുഫ്രദ് എന്താ? കൗനുൻ. ഹക്കുലുൻ ജമ്മ ഹുക്കൂലുൻ. അങ്ങനെ എഴുതാം. നോക്കാം. ഇനി അടുത്തതിൽ ബ എന്താണ്? നഖറൽ ഫിക്ര ബനുമയ്യിസ് മിനൽ ഹുറൂഫ് ഷംസിയ വൽ ഖമരിയ. ഹുറൂഫ് ഷംസിയും ഖമരിയും വേർതിരിച്ച് എഴുതാനാണ്. അതിൽ ഹുറൂഫ് ഷമിക്ക് എന്താണ്? ആ വാക്കുകൾക്ക് പലപ്പോഴും എന്തുണ്ടാവും? അലിഫ്ലാമിന് ശേഷം വരുന്ന അക്ഷരത്തിന് എപ്പോഴും ഷദ് ഉണ്ടാവും അല്ലേ? അവിടെ ഷദ് ഉണ്ട്. അന്നഹറിന് ഷദ് ഉണ്ടാവും. ഷദ്ദുള്ളതൊക്കെ ഷംസി ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ അന്നഹർ ഉണ്ട്, പിന്നെ അലിഫ്ലാമിന് ശേഷം നെഹർ വരണം കേട്ടോ. ഇവിടെ അന്നാസ് ഉണ്ട് അല്ലേ? പിന്നെയോ അന്നുഫായാത്ത് ഉണ്ട്, 3 അല്ലേ? അപ്പൊ അന്നഹർ, അന്നുഫായാത്ത്, അന്നാസ്, ഇത്രയും വാക്കുകൾ മക്കള് ഇവിടെ എഴുതണം കേട്ടോ. 1, 2, 3. ഇനി അതുപോലെ അലിഫ്ലാമിന് ശേഷം ഷദ്ദില്ലാത്ത വരുന്നത് ഏതാ? ഉദാഹരണം പറഞ്ഞ അൽ മിയാഹ് 4 അല്ലേ? പിന്നെ അൽ മുസാരി 5, അൽ ബസാത്തീൻ 6, പിന്നെയോ അതുപോലെ വേറെ ഏതാണ്? അൽ ഫദലാത്ത് 7. അത്രയും വാക്കുകൾ ഇപ്പോൾ 5, 6, 7 പിന്നെ 4 കൂടി വെക്കാം കേട്ടോ. അത്രയും വാക്കുകൾ ഇവിടെയും ഹുറൂഫുൽ ഖമരിയയിലും മക്കളെഴുതാം. ഓക്കെ. ഇനി 4ാമത്തെ പ്രവർത്തനം നഖറഉൽ ലൈഹാദ് വനഖ്താർ മിൻഹ മാ തദുല്ലു അലാ ഹിഫ്ദുൽ മാ. വെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ എഴുതാനാണ്. ലാ ഹയാത്ത ബിലാ മാ. വെള്ളമില്ലാതെ ജീവിതമില്ല. ഇത് പെടും അല്ലേ? ഹദറുൽ അത്ഇമ ആദത്തും മദ്മൂമ. ഭക്ഷണം വേസ്റ്റാക്കുന്നത് നല്ല സ്വഭാവമല്ല, ചീത്ത സ്വഭാവമാണ്. ഇതില്ല. ലാ തർമി അൽ ഫുദലാത്ത്. വെള്ളത്തിലേക്ക് വേസ്റ്റ് എറിയരുത്. ഇത് പെടും അല്ലേ? ലാ തുളയ ഭക്ഷണം പാഴാക്കരുത്. അത് പെടില്ല. മവാരിദുൽ മിയാഹ് നിഅമത്തു മിനല്ലാഹ്. വെള്ള സോഴ്സ് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് പെടും. അൽ മാ ഹക്കുൽ ജമീൽ മഹ്ലൂക്കാത്ത്. വെള്ളം എല്ലാവരുടെയും അവകാശമാണ്. അത് പെടും. ഹാഫിദ് അലാ സിഹത്തിക്ക്. ആരോഗ്യം സംരക്ഷിക്കപ്പെടില്ല. അൽ ഇൽമു ഖുവത്തുൻ. അറിവ് ശക്തിയാണ്. പെടില്ല. ലാ തുസ്രിഫിൽ മാ. വെള്ളം പാഴാക്കരുത്. അത് പെടും അല്ലേ? അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫം അല്ലേ? വേസ്റ്റ് എന്താണ്? ഈ രാവിലെ പല്ല് തേക്കുന്നത് നമ്മുടെ ഈ വായിനെ വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ 5 എണ്ണമാണ് വരിക. 1, 2, 3, 4, 5. ഈ 5 എണ്ണം ഇവിടെ 1, 2, 3, 4, 5 ഇവിടെ വേണം. ഓക്കെ. അടുത്തത് 4ാമത്തെ നുറത്തബിൽ കലിമാത്ത് കമാഫിലും. ഈ സെന്റൻസുകൾ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സാലിമുൻ മിനൽ മസ്ജിദ് റജ. അതെങ്ങനെ? ഈ റജ സാലിം മിനൽ മദ്രസ. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ളത് എങ്ങനെ പറയാം? ഫിൽ ഹക്കിൽ അയലിൽ മുജീബുൻ. മുജീബ് യഅമലു. മുജീബ് അയലിൽ ജോലി ചെയ്യുന്നു അല്ലെ? അപ്പൊ 1 യഅമലു മുജീബ് ഫിൽ ഹക്കിൽ. ഈ ഓർഡറിലാണ് ഇതുള്ളത്. മിനൻ നൗം. ഉറക്കത്തിൽ നിന്ന് റാഷിദ് ഇസ്തൈഖല. അതേപോലെ തന്നെ ആദ്യം ഫീൽ വെക്കണം. ഇസ്തൈഖല റാഷിദ് മിനൻ നൗം. അടുത്ത് മുസാരിയും കൃഷി. രാജു മുജ്തഹിദ് അല്ലേ? ഇപ്പൊ രാജു ഒരു അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ്. അപ്പോൾ 1 രാജു, മുസാരിയൻ, മുജ്തഹിദുൻ. ഈ ഓർഡറിൽ എഴുതാം. തോമസ് ഇലൽ മസ്റഅത്തി യദ്ഹബ് അല്ലെ? തോമസ് തോട്ടത്തിലേക്ക് യദ്ഹബു പോകുന്നു. അപ്പോൾ യദ്ഹബു തോമസ് ഇലാ മസ്റഅ. ഈ ഓർഡറിൽ താഴെ ഇവിടെ എഴുതണം. അടുത്തത് മഹ്ബൂബൻ ഫിൽ കറിയ റാഷിദ്. റാഷിദ് ഗ്രാമത്തിൽ പ്രിയങ്കരനാണ് അല്ലെ? അപ്പൊ റാഷിദ് മഹ്ബൂബൻ ഫിൽ കറിയ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഞാൻ 5ാമത്തെ നഖറഉൽ മൻദൂം. പദ്യം വായിക്കാൻ. മാ തിയബത്താം. എന്ത് നല്ല ഭക്ഷണം. മാ അൻഫഅത്താം. എന്ത് ഗുണമുള്ള ഭക്ഷണം. തഖ്വി ബിഹിൽ അജ്സാം. ശരീരം ശക്തിപ്പെടും. തഹിയ അലൽ അയ്യാം. കാലങ്ങളോളം ജീവിക്കും. അൻവാഹു അതീത. അതിന്റെ ഇനങ്ങൾ ധാരാളം. വ കുല്ലുഹ മുഫീദ. എല്ലാം ഉപകാരപ്പെടുന്നതാണ്. വ അൻഫഉ ത്വആം. ഏറ്റവും നല്ല ഭക്ഷണം. മാക്കാന ബിൻ ഇൻതിലാം. അച്ചടത്തോടെ കഴിക്കുന്നതാണ്. വ കുല്ലുനാ നുരാദ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അന്നകുൽ മസീദ്. കുറെ അധികം കഴിക്കാനാണ്.
ലാക്കിൻ മിനൽ മുഫീദ്, പക്ഷെ പ്രയോജനകരം അൽ അക്കുലു ബിൽ ഇന്തിലാം. എന്താണ്? എന്തോടെ കഴിക്കുക എന്നുള്ളതാണ്? ക്രമമായി ചിട്ടയോടെ കഴിക്കുക എന്നാണ്. അപ്പൊ നക്തഷു മിനൽ മന്ദു സത്രം മുനാസിബൻ ലിൽ ജുമലി താലിയ. ഈ താഴെയുള്ള സെന്റൻസുകൾക്ക് അനുയോജ്യമായ പദ്യം കണ്ടെത്തണം. അൻവാഴ ത്വാമിൻ ആഫിയത്തും ജിദ്ദ. എന്താണ് ഭക്ഷണത്തിന്റെ വിവിധ ഇനങ്ങൾ പ്രയോജനകരമാണ്. ഏതാണ് വരിക? ഇതാണ് അല്ലേ 1. അടുത്തത് അത്വാമ യുഖോബിൽ അജ്സാദ്. ഭക്ഷണം നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. ഏതാ വരിക? ഇതിലെ തഖ്വാ ബിഹിൽ അജ്സാ. പിന്നെ യുരീദ് കുലുലാൻ നഅകുല കസീർ. ധാരാളം കഴിക്കാൻ നമുക്ക് ആഗ്രഹം. ഏതാ വരിക? 3ാമത്തേതാണ് വരിക അല്ലെ. അടുത്തതോ അൽ അക്കുലു ബിൻതിലാം നാഫിഉൽ ഹയാത്തിന്. അച്ചടക്കത്തോടെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, ജീവിതത്തിന് നല്ലതാണ്. ഏതാണ്? ഇതാണ് അല്ലേ 4. ഇനി 5, 4 അത്രേ ഉള്ളൂ. ഇനി നക്തുബ് ഉൻവാനൽ മുനാസിബൻ ലിൽ മൻലൂം. ഈ മൻലൂമിന് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കാം. എന്ത് കൊടുക്കാം? എന്താണ്? അൻഫഉ ത്വആം, ഏറ്റവും നല്ല ഭക്ഷണം എന്ന് കൊടുക്കാം അല്ലേ. വേറെയും കൊടുക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. 6ാമത്തെ നുലാഹിദ സൂറത്തുൽ ഇഷാറ വനുക്കുമിലിൽ ബയാൻ ഇസ്തിഖ്ദാമിൽ കലിമാത് തായിയ. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകളുണ്ട്. ചുവപ്പ്, സിഗ്നൽ, തെളിഞ്ഞു, മറാക്കിബ് വാഹനങ്ങൾ, അസ്ഫർ മഞ്ഞ. ഈ വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് ബയാന് തയ്യാറാക്കാം കേട്ടോ. എങ്ങനെ തയ്യാറാക്കാം? അന, ഞാൻ ആരാണ്? ഇവിടെ പറയാണ്. ആര്? അനൽ ഇഷാറ അല്ലെ. അപ്പൊ 1, ഈ 1 ഇവിടെ വരും. ലി സലാസ്തു, അഥവാ എനിക്ക് 3 നിറമുണ്ട്. തഖിഫു, നിൽക്കും. ആര് നിൽക്കും? വാഹനങ്ങൾ അല്ലെ. 2 തഖിഫുൽ മറാക്കിബ്. ഹീന അള്ളാഹു, ഏത് നിറം കാണുമ്പോൾ? അൽ അഹ്മർ അല്ലെ, ചുവപ്പ് നിറം. തതഹയ്യ, റെഡിയാവുകയും. ലാഹ, തെളിഞ്ഞാൽ. എന്ത് തെളിഞ്ഞാൽ? അൽ അസ്ഫർ 4. 4 ഇവിടെ വരും. അപ്പൊ യംഷി അൽ മറാക്കിബ്, വാഹനങ്ങൾ പോകും. ഇൻ തെളിഞ്ഞാൽ അല്ലെ 5. ഇൻ ലാഹ അൽ അസ്ഫർ, പച്ച തെളിഞ്ഞാൽ എന്ന് പറയും. ഓക്കെ. അതിൽ 6B എന്താണ്? നുലാഹിദ വനക്തുബ് കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ള പോലെ എഴുതാൻ. യുഇദ്ദു തുല്ലാബ് ഖിസ്സത്തൻ നഹ്നു നുഇദ്ദു ഖിസ്സത്തൻ. കുട്ടികൾ എന്താണ്? കഥ എണ്ണുന്നു, നമ്മളും കഥ എണ്ണുന്നു. യഖൂമു തുഫ്ലു മിനൻ നൗം. ഇവിടെ യുഇദ്ദു എന്നുള്ളത് എന്തായി? നുഇദ്ദൂനായി അല്ലേ. യഖൂമു തുഫ്ലു മിനൻ നൗം, കുട്ടി ഉറക്കത്തിൽ എണീക്കുന്നു. അന അഖൂമു എന്നായി. ഇവിടെ യഖൂമു എന്തായി? അന അഖൂമു എന്നായി. ഇവിടെ അതുപോലെ കാണിക്കാം. യലാബുൽ അസ്തിക ക്രിക്കറ്റ്, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കളിക്കുന്നു. യഹ്നു യൽഅബു എന്തായി മാറും? ഇവിടെ നെൽ അബു എന്നാകും. എന്താകും? നെൽ അബു. പിന്നെ ഈ അസ്തികാവിന്റെ കാര്യം, ഞങ്ങളല്ലേ കളിക്കുന്നത്. യുനല്ലിഫുൽ വലത്, കുട്ടി കഴുകുന്നു. അപ്പൊ ഇവിടെ ഉനല്ലിഫു എന്നാണ്. ഞാൻ കഴുകുന്നു അറിയാൻ. ഇവിടെ എന്ത് വരണം? അന വരണം. യഖറഉൽ അബു അൽ ജരീദ, വാപ്പ പത്രം വായിക്കുന്നു. അപ്പൊ അന യഖറഉ എന്താകും? അന അഖ്റഉ എന്നാകും. ഓക്കെ. തുഷാഹിദുൽ ബനാത്ത് അൽ ബഹർ, കുട്ടികൾ കടൽ കാണുന്നു. അപ്പൊ നഹ്നു തുഷാഹിദു എന്താകണം? നുഷാഹിദു എന്നാകും. എന്താകും? നുഷാഹിദു. യശ്റബു എന്നുള്ളത് എന്താകും? യശ്റബു അന അഷ്റബുൽ മൗ, ഞാൻ വെള്ളം കുടിക്കുന്നു. അപ്പൊ യശ്റബു എന്താകും? ഇവിടെ യശ്റബുൽ വലതു എന്ന് കൊടുക്കാം. കുട്ടി വെള്ളം കുടിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.